ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിനമായ റിപ്പബ്ലിക് ദിനം ജാനുവരി 26 രാജ്യമൊട്ടാകെ അഭിമാനത്തോടും ആവേശത്തോടും കൂടി ആഘോഷിച്ചു വരികയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്നീ ഭരണഘടനാ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഈ ദിനം ദേശസ്നേഹത്തിൻ്റെ മഹത്തായ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. എല്ലാ അംഗൻവാടി പ്രവർത്തകർക്കും പോഷകഭാഷയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അംഗൻവാടികൾ തുറക്കാറുണ്ട്. ദേശീയ പതാക ഉയർത്തും, ദേശീയ ഗാനങ്ങൾ, കുട്ടികളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, പരിപാടികൾ, ഇതിനെല്ലാം തന്നെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമയം നമ്മളുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സന്നിധിയിലുണ്ടാവും. പതാക ഉയർത്തിയതിന് ശേഷം കുട്ടികൾക്ക് പായസം ഉൾപ്പെടെയുള്ള മിഠായി വിതരണങ്ങൾ നമ്മൾ നൽകി വരാറുണ്ട്. ഈ സാഹചര്യത്തിൽ പോഷൻ ട്രാക്കറിൽ കൂടി കൃത്യമായ രേഖപ്പെടുത്തുകൾ ഉറപ്പാക്കുക. ഒരുപാട് ടീച്ചേഴ്സിന് ഇത്തരത്തിൽ സംശയങ്ങളുണ്ട്. പോഷൻ ട്രാക്കറിനകത്ത് അന്നത്തെ ദിവസം അംഗൻവാടി തുറന്നതായി കാണിക്കണോ, അന്ന് കുട്ടികളുടെ HSC മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്തണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഒരുപാട് സംശയങ്ങളുള്ളത്. കൃത്യമായി മനസ്സിലാക്കുക. അംഗൻവാടി തുറക്കുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് അംഗൻവാടി തുറന്നതായിട്ട് പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതേ പ്രകാരം തന്നെ കുട്ടികൾക്ക് മോർണിംഗ് സ്നാക്സ് എന്നുള്ള രൂപത്തിലാണ് പായസങ്ങൾ നിങ്ങൾ വിതരണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് മാർക്ക് ചെയ്യാം. അതിന് മുന്നേ തന്നെ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ഹാജർ നില കൂടി ഉറപ്പാക്കണം. അതിനും പോഷൻ ട്രാക്കറിനകത്ത് സംവിധാനമുണ്ട്. അംഗൻവാടി തുറന്നു കാണിച്ചതിന് ശേഷം ഡെയിലി ട്രാക്കിംഗ് പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വന്ന കുട്ടികളുടെയൊക്കെ തന്നെ കൃത്യമായി അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഹാജർ രേഖപ്പെടുത്തുക. മോർണിംഗ് സ്നാക്സ്, നിങ്ങൾ പായസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോർണിംഗ് സ്നാക്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് സ്പോൺസർഷിപ്പിലൂടെ പുറത്തുനിന്ന് നമ്മൾക്ക് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്ന സ്പോൺസർഷിപ്പൊക്കെ ആണെങ്കിൽ നമുക്കത് മോർണിംഗ് സ്നാക്സ് ആക്കി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതിലൊരു സംശയമുണ്ട്. കൃത്യമായി അത് നിങ്ങൾ സൂപ്പർവൈസർ വഴി മനസ്സിലാക്കി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മോർണിംഗ് സ്നാക്സ് ആണെങ്കിൽ അത് കൃത്യമായി മോർണിംഗ് സ്നാക്സ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്ത് അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കാവുന്നതാണ്. ആ സമയത്ത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ECC പോലുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അന്ന് കുട്ടികളെ മുഴുവൻ സമയം ഇരുത്തുന്നില്ല, ECC സംവിധാനത്തിൻ്റെ ഭാഗമാക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതിനുശേഷം ലോഗൗട്ട് ചെയ്യാം. എന്നാൽ ഭവന സന്ദർശനം അന്നത്തെ ദിവസം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ മാസാവസാനത്തിലേക്ക് അടുക്കുന്ന സമയം പെൻഡിംഗ് ഉള്ള വളർച്ചാ നിരീക്ഷണങ്ങൾ നടത്തുകയോ അത് രേഖപ്പെടുത്താനോ നിങ്ങൾക്ക് സാധിക്കും. FRS, EKYC തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പെൻഡിംഗ് ഉള്ളവർക്കൊക്കെ തന്നെ ടീച്ചേഴ്സിന് നാളെ അത് ചെയ്യാനുള്ള അവസരം പോഷൻ ട്രാക്കറിലേക്ക് ഉണ്ടാവും. ഇത്തരത്തിൽ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെയും ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മറക്കാതെ തന്നെ ഈ കാര്യങ്ങൾ നാളെ പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തുക. താങ്ക് യു.